Hi all, welcome to another video of Business Economics. നമ്മളിന്ന് സെക്കൻഡ് മോഡ്യൂളിൻ്റെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന ഏരിയ ഉണ്ട്. സെക്കൻഡ് മോഡ്യൂളിലൊരു ഏരിയയാണ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. ഇതിൽ കോസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ എന്താണ് കോസ്റ്റ്? കോസ്റ്റിൻ്റെ മീനിങ് നോക്കാം. കോസ്റ്റ് ഈസ് എ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് വന്നിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സാക്രിഫൈസ് മെയ്ഡ് ബൈ ബിസിനസ് മാൻ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ബിസിനസ് മാന് ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സാക്രിഫൈസുകൾ, അതിൻ്റെ ഒരു തുകയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കോസ്റ്റ് റെപ്രസെൻറ്റ്സ് മോണിറ്ററി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഓർഗനൈസേഷൻ ഫോർ വേരിയസ് പേർപ്പസസ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പല കാര്യങ്ങൾക്കായി മോണിറ്ററി ടേംസിൽ വന്നിരിക്കുന്ന എക്സ്പെൻസസ്, അതായത് മണി ടേംസിൽ, നമുക്ക് ഒരു എക്സ്പെൻസിനെ മണി ടേംസിൽ അത് കാണിക്കാമെങ്കിൽ മാത്രമേ അതിനെ കോസ്റ്റായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പം കോസ്റ്റ് എപ്പോഴും ഒരു മോണിറ്ററി എക്സ്പെൻസ് ആണ്. രണ്ടാമതാണ് കോസ്റ്റ് ആർ എസെൻഷ്യൽ ഫോർ റണ്ണിങ് ബിസിനസ്. ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ കോസ്റ്റ് അത്യാവശ്യമാണ്. കോസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ചിലവില്ലാതെ ഒരിക്കലും ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഡയറക്റ്റ്ലി അഫക്റ്റ് പ്രോഫിറ്റ്. അല്ലേ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ് കോസ്റ്റ് മസ്റ്റ് ബി മിനിമൈസ്ഡ്. പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ കോസ്റ്റ് കുറയ്ക്കണം. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് ഇൻഫ്ലുവൻസ് പ്രൈസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം കോസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 8 രൂപ ചിലവായി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ 8 രൂപ കോസ്റ്റ് കഴിഞ്ഞിട്ട് പ്രോഫിറ്റും കൂടെ കൂട്ടിയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? അപ്പം പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോസ്റ്റ്. ദെൻ കോസ്റ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. കോസ്റ്റ് എപ്പോഴും മോണിറ്ററി ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. Then costs vary over time due to factors like inflation, market conditions, etc. അതായത് കോസ്റ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. അപ്പം മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് ഓൾവേസ് റെപ്രസെൻറ്റ് ഔട്ട്ഫ്ലോ ഓഫ് മണി. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ നമുക്കറിയാം, ഇൻഫ്ലോ ഓഫ് മണി ഉണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് മണി ഉണ്ട്. ഇൻഫ്ലോ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഫേമിലേക്ക് വരുന്ന പൈസയാണ്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫേമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പൈസയാണ്. അപ്പോൾ കോസ്റ്റ് എപ്പോഴും എന്താണ്, ഒരു ഔട്ട്ഫ്ലോ ഓഫ് മണിയാണ്. കാരണം കോസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നതല്ല, കോസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആണ്. സോ കോസ്റ്റിനെ എപ്പോഴും ഒരു ഔട്ട്ഫ്ലോ ഓഫ് മണി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ മെയിനായിട്ടും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. ഓക്കെ, കോസ്റ്റിൻ്റെ ബിഹേവിയർ ഓർ വേരിയബിലിറ്റി അനുസരിച്ചിട്ട്. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരിയഡ്, ടൈം ബേസ് ചെയ്തിട്ട്. തേർഡ് വൺ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻസ്. ഈ 3 രീതിയിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കാറ്റഗറി നോക്കാം, ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി. കോസ്റ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് കോസ്റ്റിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും കോസ്റ്റിൽ വ്യത്യാസം വരുന്നേ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 10 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും ഈ കോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അതാണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ ഫിക്സഡ് കോസ്റ്റ് വിൽ റിമെയിൻ ഫിക്സഡ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് അല്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണ് വരിക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ഗ്രാഫുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഞാൻ പറഞ്ഞു, പ്രൊഡക്ഷൻ എത്ര ചേഞ്ച് ചെയ്താലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും.
പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേ വരും. കാരണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ആയിരിക്കുമല്ലോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്, പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് വരും. സോ അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഇതാണ് ഫിക്സഡ് കോസ്റ്റിൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെയും ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വണ്ണാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് കോസ്റ്റിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രൊഡക്ഷനും ഇല്ലെങ്കിൽ അവിടെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് വരും. 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും. സോ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് കോസ്റ്റിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള നോക്കാം. നമുക്ക് ഇപ്പം 10 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ആയിരിക്കില്ല 20 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റും കൂടും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് കുറയും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കേർവ് എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ആയിട്ടുള്ള കേർവ് ആയിരിക്കും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് മൂവിങ് ആയിരിക്കും. അതേസമയം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താണ്, പെർ യൂണിറ്റ് കോസ്റ്റ് അത് സെയിം തന്നെയായിരിക്കും. യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് മാത്രം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. പെർ യൂണിറ്റ് കോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറിയാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റിൻ്റെ ഒരു പാർട്ട് വരെ ഫിക്സഡ് ആയിരിക്കും, അതിനുശേഷം അത് വേരിയബിൾ പോർഷനായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കറിയാം, ഒരു യൂണിറ്റ് വരെ നമുക്ക് ഫിക്സഡ് ചാർജ് ആയിരിക്കും, അതിനുശേഷം കൂടുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ളതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു ഡയഗ്രാം കാണാം. ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഒരു പാർട്ട് വരെ ഫിക്സഡ് പോർഷനാണ്, അതിനുശേഷം എന്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് വേരിയബിൾ പോർഷനും ഫിക്സഡ് പോർഷനുമായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് പീരീഡ്. ടൈം ആൻഡ് പീരീഡ് യൂസ് ചെയ്തിട്ട് കോസ്റ്റിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരിയഡ് കോസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റാണ്. അതായത് നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ്, അതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഈവൻറ്റ് ഓൾറെഡി ടേക്ക് പ്ലേസ് ചെയ്ത ഒരു കാര്യമായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന, ഇപ്പം ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇതിനൊക്കെ വേണ്ടിയുള്ള കോസ്റ്റിനെയാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പീരിയഡ് കോസ്റ്റ്. ദീസ് ആർ ദ കോസ്റ്റ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ആ ഒരു പെർട്ടിക്കുലർ പീരീഡ്, ഏത് പീരീഡിലാണോ അത് ഇൻകർ ചെയ്തത് അതിനനുസരിച്ചിട്ട് അത് കോസ്റ്റ് ചാർജ് ചെയ്യും. സോ അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഇൻകേർഡ് ഓൺ ബേസിസ് ഓഫ് ടൈം അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, സാലറി, ഇൻഷുറൻസ് പേ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മളൊരു ടൈം പീരീഡ് അനുസരിച്ചിട്ടാണ് പേ ചെയ്യുന്നത് അല്ലേ. സോ അതിനെയാണ് പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ, ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യാനൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് പീരിയഡ് കോസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആൻഡ് പീരീഡ് വെച്ചിട്ട് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആൻഡ് പീരിയഡ് കോസ്റ്റ്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ. ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ കോസ്റ്റുകളെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള കോസ്റ്റ്, മുമ്പ് ഫേം എടുത്ത എന്തോ ഒരു ഡിസിഷൻ കൊണ്ട് ഓൾറെഡി ഫേമിന് ഇൻകർ ആയ കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ബിസിനസ്സിന് ഒരു കാര്യം ചെയ്യാതെ മറ്റൊരു കാര്യം ചെയ്തപ്പോൾ നഷ്ടമായ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, വന്നിരിക്കുന്ന ഒരു
നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻകം കിട്ടാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് മറ്റൊരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ വരുന്ന നഷ്ടങ്ങളെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമിന് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവർ അത് സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തു. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അത് മറ്റ് റെൻറ്റിന് കൊടുക്കാം, സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അവർ സ്വന്തം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എങ്കിൽ ആ റെൻറ്റിന് കൊടുക്കുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ആ ഒരു ഇൻകം ഉണ്ടല്ലോ, റെൻറ്റ്, അതാണ് അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ഒന്നാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ 2 ഓൾട്ടർനേറ്റീവ്സ്. 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റുകളുടെ അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേം എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ, 2 ഓൾട്ടർനേറ്റീവ്സിൽ ഫേം എടുത്തിരിക്കുന്ന ഡിസിഷൻ കൊണ്ട് കോസ്റ്റ് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ഇൻ കോസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും, ഡിക്രീസ് ഇൻ കോസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും പറയും. നെക്സ്റ്റ് ഒന്നാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫേമിനെ ഇൻകർ ചെയ്തതായിട്ട് എവിടെയും കാണുന്ന ഒരു കോസ്റ്റ് അല്ല. അതായത് ആ ഫേമിൻ്റെ ഓണ്ടർപ്രണർ സ്വന്തം ആയിട്ട് ചെയ്ത കുറേ വർക്കുകളുണ്ടാവും. ഓണ്ടർപ്രണറിന് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അയാൾ അതിന് സാലറി ഒന്നും വാങ്ങുന്നില്ല, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഫേമിൻ്റെ ഓണർ തന്നെ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സാലറി ഓഫ് ഓണർ, ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ, അങ്ങനെ ദെൻ റെൻറ്റ് ഓൺ ഓൺഡ് ബിൽഡിംഗ്, സ്വന്തം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്. ഇതൊക്കെ ആക്ച്വലി വരുന്നൊരു കോസ്റ്റാണ്, പക്ഷെ നമ്മൾ എവിടെയും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ദീസ് ആർ കോസ്റ്റ് ദാറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഓർ ഇൻ ഫ്യൂച്ചർ. ഓൾറെഡി ഇൻകർ ചെയ്ത ഒരു കോസ്റ്റ് അല്ല, ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി തൊട്ടടുത്ത ദിവസങ്ങളിലോ എന്നാൽ ഫ്യൂച്ചറിലോ ആയിട്ട് ക്യാഷ് ഔട്ട്ഫ്ലോ നടക്കുന്ന കോസ്റ്റുകളെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെൻറ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റായിട്ട് കണക്കൂട്ടുക. നെക്സ്റ്റ് വണ്ണാണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ എംപ്ലോയീസൊക്കെ സ്ട്രൈക്കൊക്കെ നടത്തി ടെമ്പററി ആയിട്ട് അടച്ചിടേണ്ട ഒരവസ്ഥ വന്നു എങ്കിലും ഇൻകർ ചെയ്യുന്ന ചില കോസ്റ്റുകളുണ്ടാവും. റെൻറ്റ്, ഡിപ്രീസിയേഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസുകൾ, അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫേം അടച്ചിടുമ്പോഴും ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു യൂണിറ്റും കൂടി അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 കോസ്റ്റ് വന്നെങ്കിൽ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 കോസ്റ്റ് വന്നെങ്കിൽ അഡീഷണലായിട്ട് വന്നിരിക്കുന്ന 5 രൂപയാണ് മാർജിനൽ കോസ്റ്റായിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, അതാണ് മാനേജീരിയൽ ഡിസിഷൻ ബേസ് ചെയ്തിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും പഠിക്കാനുണ്ട്. ഓക്കെ, ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ കോസ്റ്റ് സ്റ്റഡി നടത്തുന്നതാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ കോസ്റ്റ് എങ്ങനെയാണ്, കോസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ഷോർട്ട് റൺ കോസ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഷോർട്ട് റൺ ഈസ് എ പീരീഡ് ഓഫ് ടൈം ഇൻ വിച്ച് ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ ചേഞ്ചിങ് ഓൺലി ദ വേരിയബിൾ ഫാക്ടേഴ്സ് സച്ച് ആസ് റോ മെറ്റീരിയൽസ്, ലേബർ എക്സെട്ര. അതായത് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ടൈം പീരീഡാണ്. അപ്പോൾ ആ ടൈം പീരീഡിനുള്ളിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രമേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ടൈം പീരീഡിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം മെഷീനറി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫിക്സഡ് കോസ്റ്റാണ്. എന്നാൽ വേരിയബിൾ കോസ്റ്റിൻ്റെ റോ മെറ്റീരിയൽസ്, സാലറി, എംപ്ലോയീസിൻ്റെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേരിയബിൾ കോസ്റ്റായിട്ടാണ് വരിക. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രം പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
ഷോർട്ട് റണ്ണിൽ അങ്ങനെയാണ്. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് തന്നെയായിരിക്കും. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേ പ്രൊഡക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോക്കാം, ഇവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. അപ്പം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അതൊരു പാരലൽ ലൈനാണ്. അത് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഇനി പ്രൊഡക്ഷൻ 0 ആണെങ്കിൽ കൂടി ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവും. അതാണ് 0 ഉണ്ടെങ്കിലും ഫിക്സഡ് കോസ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 0 പ്രൊഡക്ഷനിൽ 0 ആയിരിക്കും വേരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഈ ഷോർട്ട് റണ്ണിലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടിയതായിരിക്കും. ഓക്കെ, അതാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഗ്രാഫ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 0 ഔട്ട്പുട്ടിൽ ടോട്ടൽ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും. കാരണം 0 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടൊന്നും ഇല്ലാത്ത, പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഇൻകർ ചെയ്യുന്നുള്ളൂ, വേരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ 0 പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും. എന്നാൽ ഓരോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതിനനുസരിച്ചിട്ട് ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ആവും. ഇതാണ് ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം. ഇനി ലോങ് റൺ കോസ്റ്റാണ് അടുത്തത്. ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ്, അതായത് ലോങ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെരി ലോങ് പീരീഡ് ആണ്. അവിടെ എല്ലാ കോസ്റ്റും വേരിയബിൾ ആയിരിക്കും. ഫിക്സഡ് എന്നോ വേരിയബിൾ എന്നോ സെപ്പറേറ്റ് ഇല്ല. ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ മെഷീനറീസ് മാറാം. ഓക്കെ, ഫിക്സഡ് കോസ്റ്റുകളൊക്കെ ചേഞ്ചായി വേരിയബിൾ കോസ്റ്റായി മാറുന്ന ഒരു ടൈമായിരിക്കും ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പം ലോങ് റൺ കോസ്റ്റ് നമ്മൾ പഠിക്കുമ്പം ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഈ ഡയഗ്രാം നോക്കാം. ഇതാണ് ലോങ് റണ്ണിലെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടും കാണിക്കുന്നുണ്ട്, വൈ ആക്സിസിൽ ആവറേജ് കോസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ കുറേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കേർവ്സ് കാണാം. SA-C1, SA-C2, SA-C3 എന്ന് കാണിക്കുന്ന ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ ഷോർട്ട് റണ്ണ് കൂടിയാണ് ഒരു ലോങ് റണ്ണ് വരിക അല്ലേ. അപ്പം ഒന്നിലധികം കുറേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളുടെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ്, അപ്പം SA-C1 നോക്കാം. SA-C1 ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് 1ൽ നമുക്ക് കാണാം അതൊരു യു ഷേപ്പ്ഡ് കേർവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് ആയിരിക്കും ആവറേജ് കോസ്റ്റ് ഏറ്റവും കുറവ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത്, ഫേമിന് പ്രോഫിറ്റ് കിട്ടുന്ന, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ ഇങ്ങനെ ആ പോയിൻ്റാണ് A ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പല ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ ഒപ്റ്റിമം പോയിൻറ്റുകൾ കൂടി ചേർന്നാണ് ഒരു ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവുകളുടെ ഒപ്റ്റിമം പോയിൻറ്റുകൾ കൂട്ടിച്ചേർന്നാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും ഒരു യു ഷേപ്പ്ഡ് ആണ്. എന്നാൽ ലോങ് റണ്ണിൽ കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിരിക്കും ആ കർവ്. ഷോർട്ട് റണ്ണിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള യു ആയിരിക്കും. എന്നാൽ ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള യു ഷേപ്ഡ് കോസ്റ്റ് കർവ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. എന്താണ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് റൺ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, ലോങ് റൺ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഡയഗ്രാം പഠിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്